ഇന്നത്തെ വാർത്താ പരിസരം ഇതാണ്. നമുക്ക് ഒരു കാര്യം ഓർക്കാൻ വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി കാണാം. കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് പ്രതികരിച്ചത്, കെ മുരളീധരൻ എങ്ങനെയാണ് പ്രതികരിച്ചത്, കണ്ടുകൊണ്ടുവരാം. വേഗം വരാം. എന്നെ NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. സന്തോഷപൂർവ്വം ഞാൻ ചടങ്ങിൽ പങ്കെടുത്തു. അത് എനിക്ക് എന്നെ ക്ഷണിച്ചതിൽ അവരോട് എനിക്ക് പ്രത്യേകം നന്ദി. അങ്ങനെ ഇപ്പം എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരുമായിട്ട് യോജിച്ചു പോകാനുള്ളതാണല്ലോ നമ്മുടെ സമീപനം. ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കാറ്. ഇപ്പോൾ NSSൻ്റെ പരിപാടിയിൽ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുക. ഇപ്പോൾ ഒരു വർഷം ക്ഷണിച്ചാൽ അടുത്ത വർഷം ക്ഷണിക്കാറില്ല. പിന്നെ ചടങ്ങിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഞാൻ 90 ജനുവരി 2 ഞാനും പങ്കെടുത്തില്ല, MP ആയ ഉടനെ. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാര്യം വ്യക്തമായി. ഓരോ വർഷവും ഓരോ നേതാക്കന്മാരെ വിളിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ വിളിക്കപ്പെടേണ്ട ഒരു നേതാവ് VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ? ഈ ചോദ്യത്തിനാണ് NSSൻ്റെ ആ ക്ഷണം വഴിവെച്ചത്. മറ്റൊരു കാര്യം, കെ മുരളീധരൻ പറഞ്ഞൊരു വാചകം കൂടിയുണ്ട്. ആ ഒരു രീതി അനുസരിച്ച് NSSൻ്റെ മന്നം ജയന്തിയിൽ ക്ഷണിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സദസ്യരുടെ കൂട്ടത്തിൽ VD സതീശൻ പോയിരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 2-ാം തീയതിയാണ് പരിപാടി. രമേശ് ചെന്നിത്തല ക്ഷണിതാവായി ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കെ മുരളീധരൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കളിലെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ ആരൊക്കെ ആ സദസ്സിലുണ്ടാകും, അതിൽ VD സതീശൻ ഉണ്ടാകുമോ? നമുക്കറിയാം 2-ാം തീയതി. അത് എങ്ങനെ ഒരു മൃദു സമീപനം കൊണ്ടൊന്നും നേരിടാൻ പറ്റുന്ന കാര്യമല്ല. മുൻപ് ഈ വിഷയത്തിൽ NSSുമായിട്ടുള്ള ഈ തർക്കത്തിന്റെ പരസ്യമായിട്ട് അത് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലൊക്കെ അതൊന്ന് മൃദുപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് NSS ഇപ്പോഴുമുള്ള വിമർശനം അതിൽ നിലനിൽക്കുന്നു എന്നതുകൂടി അതിൽ ചേർത്ത് വായിക്കേണ്ടത്.